ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിനെ കുറിച്ച്. ഇപ്പം 3 മാസം ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിനെ കുറിച്ചിട്ടും എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യുകയാണ്. ഇപ്പോഴുണ്ടല്ലോ ഇങ്ങനെ നമുക്കിങ്ങനെ എന്താ പറയുക, സ്പീഡിൽ സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ബ്രീത്തിങ്ങിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാനിങ്ങനെ നിർത്തിയിട്ടായിരിക്കും ഞാനിങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ ഞാൻ പറയാം, ഞാൻ ഹേസു പ്രഗ്നൻ്റ് ആയിരുന്ന ടൈം പോലെയല്ല, ഭയങ്കര ഡിഫറെൻ്റാണ്, നല്ല വ്യത്യാസമുണ്ട്. അവളുടെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സ്മൂത്തായിരുന്നു. വോമിറ്റിങ് കാര്യങ്ങളും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, ബാക്ക് പെയിനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് അത് ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നെക്കൊണ്ട് പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എന്ന് വെച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞൊരു 1 വീക്ക് കഴിഞ്ഞപ്പം തന്നെ വോമിറ്റിങ് സ്റ്റാർട്ട് ചെയ്തു. രാവിലെ വോമിറ്റിംഗ് ആണ്, രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നത് വോമിറ്റിംഗ് ആണ്. ഇപ്പം ഞാൻ അതുകൊണ്ട് രാത്രി പല്ല് തേച്ചിട്ട് കിടക്കും. കാരണം രാവിലെ പല്ല് തേക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പല്ല് തേക്കുമ്പോൾ വോമിറ്റിംഗ് ആണ്, പല്ല് തേച്ചാലും തേച്ചില്ലെങ്കിൽ വോമിറ്റിംഗ് ആണ്. ഇപ്പം ഞാൻ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പം നേരത്തെ ഞാൻ വെള്ളം കുടിക്കുമായിരുന്നു, ഇപ്പോൾ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, നേരെ പോയി വോമിറ്റ് ചെയ്യും. പിന്നെ പല്ല് തേച്ച് കഴിഞ്ഞ് വീണ്ടും ഞാൻ വോമിറ്റ് ചെയ്യും, വെള്ളം കുടിച്ച് വീണ്ടും വോമിറ്റ് ചെയ്യും. അതുകൊണ്ട് അതല്ല, ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പം വോമിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഒരു റെസ്റ്റാണ്, കുറച്ച് നേരം എവിടെയെങ്കിലും പോയി ഇന്ന് കിടക്കും. പിന്നെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് വെച്ചാൽ ഹേസുവിന് പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ നല്ല പോലെ ഫുഡ് കഴിക്കുമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു. രാവിലെയും ഉച്ചക്കേലൊക്കെ ഫുൾ ടൈം നല്ലപോലെ ഫുഡ് കഴിക്കും. അവളുടെ വോമിറ്റിംഗ് ഉണ്ടായിരുന്നു, എന്നാലും വോമിറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കും, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മിക്ക ദിവസങ്ങളിൽ ഞാൻ സ്കിപ്പ് ചെയ്യും. പിന്നെ രാവിലെ ദോശയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു ദോശ, ചിലപ്പോൾ ഒരു ദോശ, അല്ലെന്നുണ്ടെങ്കിൽ പകുതി ദോശ. കാരണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ വോമിറ്റിംഗ് ചെയ്യാൻ തോന്നും, പിന്നെ അതങ്ങ് മാറ്റി വെക്കും. പിന്നെ എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഒരു ചായ ഞാൻ അഡിക്റ്റായിരുന്നു. പക്ഷെ ഇപ്പോൾ ചായ കുടിക്കുന്നത് ഇഷ്ടമല്ല. ചായ കുടിച്ചാൽ വോമിറ്റിംഗ് ഉണ്ടാവും, അതുകൊണ്ട് ചായ കുടി നിർത്തി. അങ്ങനെ 1 മാസം കഴിഞ്ഞ് പോയി. 2-ാം മാസം ആയപ്പോഴും വോമിറ്റിങ്ങിന് കുറവൊന്നുമില്ല. കാരണം ഞാൻ രാത്രി വോമിറ്റ് ചെയ്യും. എനിക്കറിയില്ല, പിന്നെ ഞാൻ ഉച്ചയ്ക്ക് മാത്രം വോമിറ്റ് ചെയ്തിട്ടില്ല, രാവിലെയും വൈകിട്ടും രാത്രിയും. പിന്നെ എനിക്കിപ്പോൾ എന്ത് ഫുഡ് കഴിക്കാൻ തന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റും തോന്നുന്നില്ല, ഒരു ഫുഡും വേണ്ട, ആ ഒരു ഇതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ട്, എന്നാൽ പോലും ഒരു ഇതാണ്. പിന്നെ ഭയങ്കര വിഷമമാണ്. വിഷമിക്കാൻ കാരണം, ഇത് എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും എന്നെനിക്കറിയില്ല. കാരണം ഈ ഒരു 3 മാസം, ഈ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എനിക്ക് ഭയങ്കര ഉണ്ടായിട്ടുണ്ട്. അതായത് ക്ഷീണം, തലകറക്കം, കണ്ണ് തുറന്നൊന്നും ഇരിക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പിട്ട് തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പല സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഏറ്റവും വിഷമം വന്നത്, പലപ്പോഴും എനിക്ക് വിഷമം വരാറുണ്ട്, എന്നാൽ പോലും ഏറ്റവും വിഷമം വന്നത് എനിക്ക് ഇടയ്ക്ക് പനി വന്നായിരുന്നു. ഒരു ദിവസം രാത്രി നല്ല പനിയാണ്, നല്ല വിറയലുണ്ട്, നല്ല പനിയുണ്ട്. ആണെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നില്ല. ഇപ്പം ഫുൾ ടൈം എന്ന് പറയുമ്പോൾ അച്ചാച്ചൻ വന്നു കഴിഞ്ഞാൽ അച്ചാച്ചൻ അവളെ നോക്കിക്കോളും. രാവിലെ ആയാലും അച്ഛൻ നോക്കിക്കോളും. കാരണം എനിക്ക് എൻ്റെ ഉറക്കം ഫുള്ളും ഡിസ്റ്റർബായിട്ടുണ്ട്. ഓക്കെ ഞാൻ ഇത് പിന്നെ പറയാം. അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, അച്ചാച്ചനാണെങ്കിൽ അവളെ മാക്സിമം ഉറക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൾ ചില ടൈമിലാണല്ലോ കുഞ്ഞുങ്ങളിങ്ങനെ വാശി പിടിക്കാറുണ്ടല്ലോ, അപ്പോൾ അതുപോലെ അവളും ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ കരയുന്നതിന് മെയിൻ കാരണം ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട്, ഞാനൊന്ന് ആശ്വസിപ്പിക്കണം, അല്ലെങ്കിൽ ഞാനൊന്ന് ഉറക്കണം, അതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ മോൾക്ക് ഫീഡിങ് നിർത്തിയിട്ടുണ്ടായിരുന്നു, ഡോക്ടർ പറഞ്ഞിട്ട് ഫീഡിങ് നിർത്തി. അവളാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അവൾക്കല്ലാണ്ട് ഇപ്പോൾ ഫോർമുല മിൽക്കാണ് കൊടുക്കുന്നത്, ആ മിൽക്ക് കൊടുത്തിട്ടും അവൾ കുടിക്കുന്നില്ല. അവൾ അമ്മ എന്ന് വിളിച്ച് ഭയങ്കരമായിട്ട് കരയുക. എനിക്കാണെന്നുണ്ടെങ്കിൽ അവളെ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. കാരണം ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഞാൻ വിറയ്ക്കുന്നുണ്ട്, നല്ല പനിയാണ്, എനിക്ക് കണ്ണ് തുറന്ന് എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല,
തലയെല്ലാം കറങ്ങുന്നുണ്ട്, തലയെല്ലാം ചുറ്റുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നിട്ട് ഞാനിരുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു. ഞാൻ കരഞ്ഞെന്ന് വെച്ചാൽ, ദൈവമേ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ പോലെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് അത്രയ്ക്കും വയ്യാണ്ടായല്ലോ. എനിക്കങ്ങ് ഭയങ്കര സങ്കടം വന്നു. ഇതിപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ എല്ലാ അമ്മമാർക്കും മനസ്സിലാകുമായിരിക്കും. സെക്കൻഡ് ഒരു ബേബി ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെ മൂത്ത കുട്ടിയെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അവർക്ക് മനസ്സിലാവുമായിരിക്കും. ഈ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഞാൻ ഏറ്റവും വിഷമിച്ചത് ആ ഒരു ടൈമായിരുന്നു. അവളെ എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അല്ലാണ്ട് എനിക്ക് വയ്യാണ്ട് നടക്കുമ്പോൾ മാക്സിമം ഞാൻ അവളെ എടുക്കാറുണ്ട്. ഞാൻ അവളെ കൂടെ തന്നെയാണ് ടൈം സ്പെൻഡ് ചെയ്യാറുള്ളതും. ഫുൾ ടൈം ഞാൻ അവളെ കൂടെ ഇരിക്കാറുണ്ട്, അവളെ കൂടെ കളിക്കും. അവളെ കാര്യങ്ങളും അവളെ കുളിപ്പിക്കുന്നത്, ഫുഡ് കൊടുക്കുന്ന എല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് അവൾ അമ്മ എന്ന് വിളിച്ച് കരഞ്ഞപ്പോൾ, കാരണം അവളെ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് അവൾ കരയുന്നത്, അതെന്നെ കൊണ്ട് പറ്റിയില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമം. പിന്നെ എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നാലും എനിക്ക് വളരെ വിഷമകരമായ ഒരു ട്രൈമസ്റ്റർ ആയിരുന്നു. കുറേ ബുദ്ധിമുട്ടുണ്ട് ശരീരത്തിൽ. ഓൾറെഡി സി സെക്ഷനാണ് കഴിഞ്ഞത്. അപ്പം സി സെക്ഷൻ കഴിഞ്ഞിട്ട് 1 ഇയറും 2 മാസമാകാൻ പോകുന്നേ ഉള്ളൂ. അപ്പം അറിയാലോ, അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ട്. സ്റ്റിച്ചിൻ്റെ അവിടെയൊക്കെ നല്ല പെയിനാണ്, ചില ടൈമിൽ സഹിക്കാൻ പറ്റാത്ത പെയിനാണ്. എന്നാലും കഴിച്ചു പിടിച്ചിരിപ്പുണ്ട്. അതുപോലെ ബാക്ക് പെയിനൊക്കെ എനിക്കിപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് പ്രഗ്നൻസിലാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു സെക്കൻഡ് ട്രൈമസ്റ്ററൊക്കെ കഴിഞ്ഞ് 3rd തുടങ്ങുന്ന ടൈമിലൊക്കെ ആയിരുന്നു ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ആദ്യമേ ബാക്ക് പെയിൻ ഉണ്ട്, ഇപ്പോഴേ ബാക്ക് പെയിൻ ഉണ്ട്. എനിക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഒത്തിരി ദൂരം ട്രാവൽ ചെയ്യാനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ പ്രഗ്നൻസി പില്ലോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നല്ല ബാക്ക് പെയിനാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് അങ്ങനെ അധികം നേരം ഇതിലൊന്നും കിടക്കാൻ പറ്റുന്നില്ല. കാരണം രാത്രി ഞങ്ങളിപ്പോൾ ഹോളിലാണ് കിടക്കുന്നത്. മോളെ തൊട്ടിലാണ് കിടത്തുന്നത്. കുറച്ച് സമയം കേട്ടോ, ഒരു 3-4 മണിക്കൂർ. അത് കഴിയുമ്പോൾ അവൾ എഴുന്നേൽക്കുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ അടുത്തോട് കിടത്തും. അപ്പോൾ ഞങ്ങൾ ഹോളിലാണിപ്പം കിടക്കുന്നത്. അപ്പം ഞാൻ രാവിലെ കുറച്ച് സമയം വന്നിട്ട് ഇവിടെ കിടക്കും, ഈ പ്രഗ്നൻസി പില്ലോയിൽ കിടക്കും. പിന്നെ എപ്പോഴേലും ഉച്ചയ്ക്ക് എപ്പോഴേലും ഉറങ്ങുന്ന ടൈമിലും ഇവിടെ ഇതിൽ കിടക്കാറുണ്ട്. നല്ല ബാക്ക് പെയിൻ ഉണ്ട്, പിന്നെ വയറ് നല്ല പെയിനുണ്ട്, പ്രത്യേകിച്ച് സ്റ്റിച്ചിൻ്റെ അവിടെ നല്ല പെയിനാണ്. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് പെയിൻ കാണും. കാരണം സി സെക്ഷൻ കഴിഞ്ഞിട്ട് 1 ഇയർ കഴിഞ്ഞതല്ലേ ഉള്ളൂ. പിന്നെ നമ്മുടെ യൂട്രസ് വലുതാവുന്നതിനനുസരിച്ചിട്ട് പെയിൻ കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇപ്പോൾ വോമിറ്റിങ്ങിന് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാലിപ്പം വോമിറ്റിംഗ് ടെൻഡൻസിയാണ്. രാവിലെ എഴുന്നേക്കും പിന്നെ ഒരു വോമിറ്റിംഗ് ഉണ്ട്, അത് നോർമലായിട്ടുള്ള കാര്യമാണ്. അല്ലാണ്ട് ഇങ്ങനെ ഫുള്ളൊരു വോമിറ്റിംഗ് ടെൻഡൻസിയാണ്. ചില ദിവസങ്ങളിൽ ഞാൻ ഭയങ്കര ആക്റ്റീവായിരിക്കും, കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ഒരു ചിൽ മൂഡായിരിക്കും. ചില ദിവസം ഭയങ്കര ശോകം പിടിച്ചായിരിക്കും, എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി, അങ്ങനെ ഒരു ഇതായിരുന്നു. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയും ഈ ഒരു പ്രഗ്നൻസിയും വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡിഫറെൻ്റ് ഉണ്ട്. ഇപ്പം എന്താണ് ബോഡിയിലും നല്ല നല്ല മാറ്റങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഞാൻ മോൾക്ക് ഫീഡിങ് നിർത്തിയേ. സിമ്പിളായിട്ട് എനിക്കും എന്താ പറയുക, അവൾ അങ്ങനെ ആയിരുന്നു, ഫുൾ ടൈം ഫീഡ് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ അവൾ പെട്ടെന്നൊക്കെ നിർത്തി. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ചിലപ്പോൾ ചില അമ്മമാർക്ക് അത് ഉപകാരപ്പെടും. ഞാൻ നെക്സ്റ്റ് വീഡിയോ നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറെ ഒന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ടും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.